നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ 21,763 എന്ന റേഞ്ചിലാണ് ഇപ്പോൾ നിഫ്റ്റി വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നത്തെ ഒരു ഇൻട്രാഡേയിൽ 21,813 എന്നൊരു ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റിയിൽ ഇനി പ്രധാനമായിട്ടും ഇന്നത്തെ ഒരു സെഷൻ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, നിഫ്റ്റിയുടെ ഷോർട്ട് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി സൈഡ് വേസ്. ആൻഡ് അത് ഇന്നലത്തെ ഇത്രയും വലിയ നേട്ടത്തിന് തുടർന്നിട്ട് പോലും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. ആ ഒരു ഷോർട്ട് ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറണമെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗിൽ 21,800 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നിഫ്റ്റി ഒരു സേഫ് ഗ്രൗണ്ടിലോട്ട് എത്തിയെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. സോ അറ്റ് ദിസ് മൊമെന്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈവശമുള്ള ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാം. കറക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന നല്ല മികച്ച ഫൈനാൻഷ്യൽ പെർഫോമൻസ് നൽകിയ സ്റ്റോക്സിലൊക്കെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാനായിട്ടും ശ്രമിക്കാം. സർ, നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഒരു 0.3% നേട്ടം, ഒരു കുറച്ചുകൂടി അല്പം കൂടി മെച്ചപ്പെട്ടൊരു പ്രകടനമായിരുന്നു നടത്തിയെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ ആ ഒരു നേട്ടത്തിന്റെ തോത് കുറഞ്ഞതിന് കറക്റ്റായിട്ടൊരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിലേക്ക് നിഫ്റ്റി ബാങ്ക് വഴുതി മാറിയിട്ടുമുണ്ട്. നിലവിൽ നോക്കുകയാണെങ്കിൽ ആക്സിസ് ബാങ്ക്, ബന്ധൻ ബാങ്ക് തുടങ്ങിയ ഓഹരികളിലാണ് ഏകദേശം ഒരു 0.4% നേട്ടം നൽകുന്നത്. എന്നിരുന്നാൽ പോലും HDFC ബാങ്ക് ഉൾപ്പെടെയുള്ള ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഓഹരികൾക്കൊന്നും വലിയ തോതിൽ ഒരു മുന്നേറ്റം നടത്താൻ സാധിക്കുന്നില്ല. നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഒരു മാർക്കറ്റിൽ സാറിന്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അതിനോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു സൂചികയിൽ സാറിന്റെ ഫോക്കസ് ഉള്ള ഓഹരികൾ ഏതൊക്കെയാണ്? അനല്ല, ഞാൻ നിഫ്റ്റി ബാങ്കിങ് സ്റ്റോക്സിൽ ഒന്നും തന്നെ ഒരു സ്റ്റോക്ക് എന്റെ ഫോക്കസിലില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിൽ, സോ ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് HDFC ബാങ്ക്, ICICI ബാങ്ക്, കോട്ടക് ബാങ്ക് ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ 47,200 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാതെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറത്തില്ല. അങ്ങനെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കുറഞ്ഞ റിസ്കിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. എന്റെ ഫോക്കസ് പൂർണ്ണമായിട്ടും നിലവിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് മൈ ഫോക്കസ് കണ്ടിന്യൂസ് ടു ബി ഓൺ ദ പബ്ലിക് സെക്ടർ ബാങ്ക്സ്. ഒപ്പം തന്നെ പ്രദീപ് സർ, നമ്മളിപ്പോൾ LIC ഹൗസിംഗ് ഫിനാൻസ് NBFCകളിലേക്ക് നോക്കുന്ന സമയത്ത് LIC ഹൗസിംഗ് ഫിനാൻസ് ഇപ്പോൾ 2% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. 610 രൂപ റേഞ്ചിലാണ് LIC ഹൗസിംഗ് ഫിനാൻസിന്റെ ഓഹരികൾ ട്രേഡിംഗ് നടത്തുന്നത്. ഈ ഒരു വർഷം ഇതുവരെയുള്ളതിന്റെ ഒരു പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ 15% ഒരു റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. LIC ഹൗസിംഗ് ഫിനാൻസിലുള്ള സാറിന്റെ ഒരു സ്റ്റാൻസ് എന്താണ്? ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുമോ? ഹൗസിംഗ് ഫിനാൻസിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് കാണുന്നത് 557 രൂപയിൽ. ആൻഡ് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാം. സ്റ്റോക്കിന്റെ അടുത്ത 2 മേജർ റെസിസ്റ്റൻസ് കാണുന്നത് ആദ്യത്തെ 618 രൂപയും അതിനെ തുടർന്ന് 639 രൂപയും. സർ, അതിനോടൊപ്പം തന്നെ സർ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയിലെ PSU സെഗ്മെന്റിലാണ് സർ ഇപ്പോൾ പ്രധാനമായിട്ട് ബാങ്കിങ് മേഖലയിൽ ശ്രദ്ധിക്കുന്നതെന്ന്. അതിനോടൊപ്പം തന്നെ നിഫ്റ്റി PSU ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിലും നിഫ്റ്റി ബാങ്കിനെ അപേക്ഷിച്ചിട്ട് കമ്പാരിറ്റീവ്ലി ഒരല്പം കൂടി മെച്ചപ്പെട്ടൊരു പ്രകടനമാണ് നിഫ്റ്റി PSU ബാങ്ക് കാഴ്ചവെക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഒരു നേരിയ ഇടിവിലേക്ക് പോയി. എന്നിരുന്നാൽ പോലും ഹെവി വെയിറ്റിൽ SBI ഉൾപ്പെടെയുള്ള ഓഹരികളിൽ ഇപ്പോൾ ഒരു നേരിയ തോതിൽ ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി PSU ബാങ്ക് സൂചികയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? അതിനോടൊപ്പം തന്നെ SBIയിലുള്ള സാറിന്റെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് അറിയാൻ ആഗ്രഹിക്കുന്നു. സോ നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി PSU ബാങ്ക് 6,111 പോയിന്റിന്റെ അടുത്തായിരുന്നു അതിന്റെ ഒരു ഓൾ ടൈം ഹൈ. സോ ആ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയൊരു ബുള്ളിഷ് മൊമെന്റം PSU ബാങ്കിങ് ഇൻഡെക്സിലും കാണാൻ സാധിക്കത്തുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മറ്റ് ചെറിയ PSU ബാങ്ക്സിനെ ഒക്കെ അപേക്ഷിച്ച് ഇറ്റ് ഹാസ് ബീൻ ആൻ അണ്ടർ പെർഫോമർ. എങ്കിൽ പോലും കഴിഞ്ഞ ഒരു മാസമായിട്ട് നീണ്ടു നിന്ന കറക്ഷനെ തുടർന്ന് ഐ തിങ്ക് ദ ഡൗൺ സൈഡ് റിസ്ക് ഇൻ SBI വളരെ കുറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ റെസിസ്റ്റൻസ് 640 രൂപയായിരിക്കും. 640 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിന്റെ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 665
അതിനെ തുടർന്ന് 679, അതിനെ തുടർന്ന് 705 രൂപയിലും ആയിരിക്കും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കേരള സ്റ്റോക്സിന്റെ ഒരു പ്രകടനം വിലയിരുത്തുമ്പോൾ ഫാക്ടിന്റെ ഓഹരികൾ ഇപ്പോൾ 1% ഒരു നഷ്ടം രേഖപ്പെടുത്തുന്നുണ്ട്. 854 രൂപ റേഞ്ചിലാണ് ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫാക്ടിനെ സംബന്ധിച്ച് ഈ ഒരു വീക്കിൽ അതിനൊരു 6% ഒരു കുതിപ്പ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഫാക്ടിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? അത് FACTയുടെ സ്റ്റോക്കിൽ മാത്രമല്ല, നമ്മളിപ്പോ ഫെർട്ടിലൈസർ സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ ഫെർട്ടിലൈസേഴ്സിലും ഇന്ന് നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. മദ്രാസ് ഫെർട്ടിലൈസേഴ്സിലും പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമ്മളെ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാം. ആൻഡ് നമ്മൾ FACTയുടെ കേസിൽ നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 218 രൂപയായിരിക്കണം. സർ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ശക്തി പമ്പ്സിന്റെ ഓഹരികളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ 13.71% വലിയൊരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. നിലവിൽ 1445.4 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നലെയും ഓഹരി ഒരു പുതിയ 50 രൂപ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ആ ഒരു റേഞ്ചും മാറിക്കൊടുന്നു. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ വീണ്ടും ഒരു സർവ്വകാല ഉയരം തന്നെയാണ് ഈ വ്യാപാരം തുടങ്ങിയ ആദ്യ മീറ്റിംഗിൽ ശക്തി പമ്പ്സ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരുന്ന 1489 രൂപ എന്നൊരു റേഞ്ച്. ഒരുപക്ഷെ ഒരു ചാർട്ട് ഒന്ന് പരിശോധിക്കുന്നത് ഒക്ടോബറിന് ശേഷം ഇത്രയധികം ഒരു കുതിപ്പ് നടത്തുന്നത് ഈ ഒരു ജനുവരിയിൽ ഈ ഒരു അവസാന ദിവസങ്ങളിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശക്തി പമ്പ്സുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ളൊരു വിലയിരുത്തൽ എന്താണ്? സോ ശക്തി പമ്പ്സ് നമുക്കൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ട് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ആൻഡ് ശക്തി പമ്പ്സ് ഇന്നലത്തെ ട്രേഡിംഗിൽ തന്നെ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലോട്ടായിരുന്നു എത്തിയത്. ആൻഡ് ഇന്നലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം സ്റ്റോക്ക് ഐ തിങ്ക് ഒരു അപ്പർ സർക്യൂട്ട് ബ്രേക്കറിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. എങ്കിലും നമ്മൾ ഒരു 1220 രൂപയിൽ നമ്മൾ സപ്പോർട്ട് ലെവൽ വാച്ച് ചെയ്തിരിക്കുക. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഒപ്പം ഇന്നത്തെ വിപണിയിൽ വി-ഗാർഡ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് ഒരു നേരിയ ഇടിവ് പ്രകടമാക്കുന്നുണ്ട്. 292 രൂപ റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് മുന്നോട്ട് പോകുന്നത്. വി-ഗാർഡിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? വി-ഗാർഡിന്റെ നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. സോ ഒരു ബൈയിങ് ട്രിഗറും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 280 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്തിരിക്കുക. ആൻഡ് ആസ് എ റെസിസ്റ്റൻസ് 300 രൂപയും. സോ ബിറ്റ്വീൻ 280 and 300 സ്റ്റോക്ക് ഒരു ട്രേഡിംഗ് സോണിലായിരിക്കും. സോ ആ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മൾ പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. സർ, ഏതായാലും ഈ ആഴ്ചയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു യൂണിയൻ ബഡ്ജറ്റ് അടുത്ത് വരികയാണ്. അതിനോടൊപ്പം ഇന്ററിം യൂണിയൻ ബഡ്ജറ്റ് അടുത്ത് വരികയാണ്. പ്രത്യേകിച്ചും ഡിഫൻസ് മേഖലയിലെ ഓഹരികൾക്ക് തന്നെയാണ് നിക്ഷേപകർ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത്. ഇന്നിപ്പോൾ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പുതിയൊരു 50 വീക്ക് ഹൈ റേഞ്ച് ആയിട്ടുള്ള 233 എന്നൊരു റേഞ്ച് സൃഷ്ടിച്ചുകൊണ്ട് നിലവിൽ 4.11% നേട്ടത്തിൽ 230.4 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പുതിയൊരു 50 വീക്ക് ഹൈ റേഞ്ചിന് വളരെ അടുത്ത് നിന്നുകൊണ്ടാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പറയാൻ സാധിക്കും. ഭേലുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ളൊരു വിലയിരുത്തൽ എന്താണ്? ഇനി ഈ ഒരു ഓഹരി കൈവശം സൂക്ഷിച്ചിരിക്കുന്ന നിക്ഷേപകർ സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്താണ്? തീർച്ചയായിട്ടും ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. അറ്റ് ദ മൊമെന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് നമുക്ക് ഈ ആഴ്ച നോക്കിയിരിക്കാം അത് സ്റ്റോക്ക് എത്രത്തോളം നേട്ടം നൽകുന്നുണ്ടെന്ന്. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഈ ലെവലിൽ നിന്നും വീണ്ടും ഒരു 5 മുതൽ 10% നേട്ടം എക്സ്പെക്ട് ചെയ്യാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കേരള കമ്പനീസ് തന്നെയാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ 0.8% ഒരു നേട്ടം തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. 1405 രൂപ എന്ന റേഞ്ചിലാണ് ഇപ്പോൾ മുത്തൂറ്റ് ഫിനാൻസ് മുന്നോട്ട് പോകുന്നത്. മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിച്ച് ഈ വർഷം ആരംഭിച്ചതിന് ശേഷം ഒരു ശക്തമായിട്ടുള്ളൊരു മൂവ്മെന്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. മുത്തൂറ്റ് ഫിനാൻസ് കൈവശമുള്ള ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? മുത്തൂറ്റ് ഫിനാൻസിന്റെ അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും. സോ സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 1340 രൂപ
ആൻഡ് മേജർ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 1460 രൂപ. ഒരു ലോ റിസ്ക് ആയിട്ട് നമുക്കൊരു ബൈങ് ട്രിഗർ നമുക്ക് ലഭിക്കാൻ പോകുന്നത് 1460 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പോകുന്നുള്ളൂ. സർ, അതിനോടൊപ്പം ഇപ്പോൾ ബജാജ് ട്വിൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ബജാജ് ഫിൻസർവ് 2.11% ഇടിവ് രേഖപ്പെടുത്തി 1602.4 എന്നൊരു റേഞ്ചിലാണ്. ബജാജ് ട്വിൻസുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? ഈ ഒരു ഓഹരികളിൽ സാർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? So Bajaj FinServ in the case, long term trend at the moment bullish ആയി തന്നെ തുടരുന്നു, but the short term trend bearish ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 1665 രൂപയിൽ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി മാറാൻ പോകുന്നുള്ളൂ. മേജർ സപ്പോർട്ട് ഫോർ ദ സ്റ്റോക്ക് 1555 രൂപ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ബജാജ് ഫിനാൻസിന്റെ കേസിൽ ഓൾറെഡി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് 7400. 7400 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ലോ റിസ്കിൽ ഒരു പുതിയ ബൈങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കാൻ പോകുന്നുള്ളൂ. ബജാജ് സ്റ്റോക്കുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ ബജാജ് കൺസ്യൂമർ കെയറിലുള്ള സാറിന്റെ വ്യൂ കൂടി ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നിപ്പോൾ 1% ഇടിവിൽ 213 രൂപ റേഞ്ചിലാണ് ഓഹരി മുന്നോട്ട് പോകുന്നത്. ബജാജ് കൺസ്യൂമറിന്റെ അഗെയിൻ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ബജാജ് കൺസ്യൂമറിന്റെ കേസിൽ നമ്മൾ മേജർ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുന്നത് 210. 210 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമ്മൾ ലോങ് പോർഷൻ എല്ലാം തന്നെ ക്ലോസ് ചെയ്യണം. 225 രൂപ ഇസ് ദ മേജർ റെസിസ്റ്റൻസ്. അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ മറ്റൊരു ഓഹരി സാറിന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് KEC ഇന്റർനാഷണൽ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓഹരിയെ സംബന്ധിച്ചപ്പോൾ നിലവിൽ 1.6% നേട്ടത്തിൽ 631.7 എന്നൊരു റേഞ്ചിലാണ്. ഓഹരിയുടെ കമ്പനിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പരിശോധിക്കൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം 1304 കോടി രൂപയുടെ ഒരു ഓർഡർ കരസ്ഥമാക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അപ്ഡേറ്റിനെ തുടർന്നാണ് ഇന്നിപ്പോൾ ഈ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഓഹരിയിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 13 രേഖപ്പെടുത്തി 747.7 രൂപ എന്നൊരു റേഞ്ചിന് ശേഷം ശക്തമായിട്ടൊരു കറക്ഷൻ ആയിരുന്നു ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചത്. പിന്നീട് ആ ഒരു ലെവലിലേക്ക് എത്താൻ പലപ്പോഴും വിപണിയിൽ ആഭ്യന്തര വിപണിയിൽ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടായപ്പോൾ പോലും ആ ഒരു ലെവലിലേക്ക് എത്താൻ ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. KEC ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? So KEC ഇന്റർനാഷണലിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിന് വെരി മേജർ സപ്പോർട്ട് 580 രൂപയിലുണ്ട്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമ്മൾ ലോങ് പൊസിഷൻ എല്ലാം തന്നെ ക്ലോസ് ചെയ്യണം. ആൻഡ് നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ സ്റ്റോക്ക് 640 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഒപ്പം പതിവ് പോലെ താങ്കൾ ഫ്രീ ആക്കുന്നതിന് മുൻപ് ഇന്നിപ്പോൾ ഇന്നത്തെ വിപണിയിൽ താങ്കൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്ത വല്ല സ്റ്റോക്കുകളും ഉണ്ടോ? പ്രിയ, ഇന്ന് പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം ഇന്നലത്തെ ആ ഒരു വലിയ നേട്ടത്തിനെ തുടർന്ന് നമുക്ക് ലോ റിസ്ക് ആയിട്ട് എനിക്കൊരു പുതിയ ബൈങ് ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല. ഇന്ന് മാർക്കറ്റിൽ ഒരു കറക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നാളെ അല്ലെങ്കിൽ അതിന്റെ അടുത്ത ട്രേഡിംഗ് സെഷനിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ബൈങ് അവസരങ്ങൾ ലഭിക്കും.